ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നറിഞ്ഞ് സന്തോഷത്തോടുകൂടി സുധീഷിന്റെ ഒപ്പം വീട്ടിലേക്ക് പോകുകയാണ് നിധിയെ ഇത്രയും സന്തോഷത്തോടുകൂടി കണ്ടിട്ടില്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുകയല്ലേ, അതിന്റെ സന്തോഷമാണ്. ID കാർഡില്ല, സർട്ടിഫിക്കറ്റ് ഇല്ല, ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പം സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുകയല്ലേ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. ഇത്രയും വിഷമങ്ങൾക്കൊടുവിൽ കിട്ടിയ സന്തോഷമല്ലേ. എനിക്കിപ്പം സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നതിന്റെ കാരണക്കാരൻ സുധീഷാണ്. താങ്ക്സ്. സുധീഷ് ചോദിക്കുന്നു, നിധി താങ്ക്സ് മാത്രമേ ഉള്ളോ, ട്രീറ്റ് ഒന്നുമില്ലേ? നിധി പറയുകയാണ്, ട്രീറ്റ് അല്ലേ, ഉറപ്പായിട്ടും ഉണ്ട്. വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തുമോ? എന്താന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, നിർത്ത്, ഞാൻ പറയാമെന്ന് പറയുകയാണ് നിധി കാറിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിധി എവിടെ പോവാണെന്ന് പറഞ്ഞിട്ട് പോ. നിധി പറയുന്നു, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ നിധി റോഡ് ക്രോസ് ചെയ്തു പോകുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കുകയാണ് സുധീഷ്. അവിടെയെങ്ങും നിധിയെ കാണുന്നില്ല. സുധീഷ് പറയുന്നു, ഇത് എങ്ങോട്ട് പോയതാണെന്ന് അറിയത്തില്ലല്ലോ, ഈ ഹൈവേയില് ഞാൻ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? ഈ സമയം സുധീഷിന്റെ പിന്നിലേക്ക് വന്ന് തോളിൽ തട്ടി വിളിക്കുകയാണ് നിധി. സുധീഷ് പറയുന്നു, നിധി ഇതെവിടെ പോയതാ, ഞാൻ കാണാതെ ആകെ ടെൻഷനായി പോയി. നിധി പറയുന്നു, ട്രീറ്റ് ചോദിച്ചില്ലേ, ഇതാന്ന് പറഞ്ഞ ഒരു കോൺ ഐസ്ക്രീം സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നിധിയുടെ കയ്യിലും ഒരു കോൺ ഐസ്ക്രീം ഉണ്ട്. അത് വാങ്ങി സുധീഷ് പറയുന്നു, നിധി നല്ല കോസ്റ്റ്ലി ആയ ട്രീറ്റ് ആണല്ലോ ഇത്. നിധിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി എന്റെ കസ്റ്റമറുടെ കാല് പിടിച്ച് ഓട്ടത്തിന് പോകേണ്ട വണ്ടി എടുത്തോണ്ട് വന്ന് ഒരു ദിവസം മുഴുവൻ ജോലി കളഞ്ഞ് നിധിയുടെ ഒപ്പം യൂണിവേഴ്സിറ്റിയിൽ വന്ന് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയ എനിക്ക് 40 രൂപയുടെ ഐസ്ക്രീം വാങ്ങി തന്നിട്ട് ട്രീറ്റ് എന്ന് പറയുന്നു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിധി പറയുന്നു, കഴിക്ക്. സുധീഷ് ഐസ്ക്രീം കഴിക്കുമ്പോൾ നിധി പറയുന്നു, ട്രീറ്റ് ചോദിച്ചപ്പോൾ ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി, അതാ ഉടനെ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വന്നത്. എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു ജോലി കിട്ടട്ടെ, എന്റെ ഫസ്റ്റ് സാലറിയില് സുധീഷിന് വലിയൊരു ട്രീറ്റ് തന്നെ ഞാൻ തരും. സുധീഷിന് മാത്രമല്ല, സുഭാഷ് ഏട്ടന്, ഹരീഷ്, നികേഷ്, നിങ്ങളുടെ അച്ഛൻ, എല്ലാവർക്കും ഞാൻ ട്രീറ്റ് തരും. സുധീഷ് പറയുന്നു, അത് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ മാത്രം കൂട്ടിക്കൊണ്ടുപോയാലും മതി. നിധി പറയുന്നു, അതെങ്ങനെ ശരിയാകും, എല്ലാവർക്കും കൂടി ട്രീറ്റ് ചെയ്യുന്നതല്ലേ ശരി. സുധീഷ് പറയുന്നു, ഓ നമ്മളെല്ലാവരും ഒരു ഫാമിലി അല്ലേ, ഫാമിലി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണല്ലേ. നിധി പറയുന്നു, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്, ഞാൻ രാവിലെ മുതലേ ശ്രദ്ധിക്കുക, എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നു, സുധീഷ് ആരോടെങ്കിലും സംസാരിച്ചാൽ എനിക്ക് പൊസസീവ് ആകുമെന്ന് പറയുന്നു. സുധീഷ് പറയുന്നു, അതെല്ലാം ചുമ്മാ തമാശക്ക് പറഞ്ഞതല്ലേ, അതിന്റെ പിന്നിൽ വലിയ കാര്യമൊന്നുമില്ല. നിധി പറയുന്നു, സുധീഷ് വിചാരിക്കുന്നത് പോലെ എനിക്ക് സുധീഷിന്റെ കാര്യത്തിൽ പോസസീവ്നെസ് ഒന്നുമില്ല. അപ്പൊ സുധീഷ് പറയുന്നു, എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടാലെന്താ, ബട്ടൺ ഇട്ടില്ലേലെന്താ? നിധി പറയുന്നു, അതെ, സുധീഷ് തന്നെ അല്ലല്ലോ യൂണിവേഴ്സിറ്റിക്ക് പോയത്, ഞാനും ഉണ്ടായിരുന്നല്ലോ, അപ്പൊ കുറച്ച് ഡീസന്റ് ആയിട്ടിരിക്കണ്ടേ, ഗുണ്ടകള് പോകുന്നത് പോലെ ഷർട്ടിന്റെ ബട്ടൺ ഇല്ലാതെ നടക്കുകയും പെരുമാറുകയും ഒക്കെ അല്ലായിരുന്നോ? ഞാൻ എങ്ങനെ നടന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ആ യൂണിവേഴ്സിറ്റിയെ സുധീഷിന്റെ സ്വന്തമാണെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നടന്നെന്ന് പറഞ്ഞ് സുധീഷ് നടക്കുന്നത് പോലെ നിധി കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, എല്ലാം നോട്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്നെക്കാട്ടിലും നിധി നന്നായിട്ട് അനുകരിച്ച് ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ചിരിച്ചുകൊണ്ട് അവർ ഐസ്ക്രീം കഴിക്കുകയാണ്. തുടർന്ന് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് വന്ന ഒരാൾ, നിന്റെ ചേട്ടന്റെ കല്യാണം വീണ്ടും മുടങ്ങിപ്പോയോ എന്ന് ചോദിക്കുമ്പോൾ അയാളോട് ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് ഹരീഷ്. നികേഷും അരികിലുണ്ട്. ചേട്ടന്റെ കല്യാണം ഒന്നും തീരുമാനിച്ച ക്ഷണക്കത്തൊന്നും അടിച്ചുവിട്ടില്ലല്ലോ, തന്റെ വീട്ടിൽ വന്ന് ക്ഷണിച്ചുമില്ല, താൻ തന്റെ പണി നോക്കി പോടോന്ന് പറഞ്ഞ് ഹരീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ, ഞാൻ പോവാ, ഇനി രണ്ടുപേരും കൂടി വന്ന് ചോദിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നികേഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സുഭാഷിന്റെ കാര്യവാർത്ത വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് ഹരീഷ്. കുറച്ചു സമയത്തിന് ശേഷം നികേഷിന്റെ ഫോണിലേക്ക് വിളിച്ച് വീട്ടിലെത്തിയോന്ന് അന്വേഷിക്കുകയാണ് ഹരീഷ്. ഞാൻ ഇപ്പൊ എത്തിയതേ ഉള്ളെന്ന് നികേഷ് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഹരീഷ് ഫോൺ കട്ട് ചെയ്യുന്നു. ടിറ്റോ പറയുന്നു, അവൻ കൊച്ചുകുട്ടിയല്ലേ, വീട്ടിലെത്തിയോന്ന് വിളിച്ചന്വേഷിക്കാൻ. ഹരീഷ് പറയുകയാണ്, അവൻ വല്ലാതെ അപ്സെറ്റ് ആയല്ലേ ഇവിടുന്ന് പോയത്. ടിറ്റോ പറയുന്നു, ഇതൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളതല്ലേ, അതിനൊക്കെ ഫീൽ ചെയ്യാൻ നിന്നാലോ, ഇനി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ചോദിക്കും, അതൊന്നും ശ്രദ്ധിക്കാതെ ഹരീഷേട്ടന്റെ ജോലി ചെയ്യാൻ നോക്ക്. ഈ സമയം അവിടേക്ക് വന്ന നീതു ഹരീഷിനോട് സ്നേഹത്തോടുകൂടി സംസാരിക്കുകയാണ്. ഹരീഷ് ഇതൊന്നും ശ്രദ്ധിക്കാതെ വിഷമത്തോടുകൂടി ഇരിക്കുന്നു. നീതു ചോദിക്കുന്നു, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഏട്ടത്തി? ഹരീഷിനൊരു ഏട്ടത്തി വന്നതോടുകൂടിയാണ് നമ്മുടെ കല്യാണം നടക്കാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. എന്റെ വീട്ടിലും ഈ കല്യാണത്തിന് സമ്മതിക്കാൻ സാധ്യതയുണ്ട്. ടിറ്റോ പറയുന്നു, നീതുവിന്റെ വീട്ടിൽ വരെ ഓക്കെ പറഞ്ഞു, പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ഇതുവരെ ഓക്കെ പറഞ്ഞിട്ടില്ല. നീതു പറയുന്നു, ഓക്കെ പറയും, പറയാതെ എവിടെ പോകാനാ? തുടർന്ന് നീതു ചോദിക്കുന്നു, ഹരീഷിന്റെ ചേട്ടന്റെ കല്യാണക്കാര്യം എന്തായി? വീണ്ടും ഒരു ആലോചന വന്നിട്ട് മുടങ്ങിപ്പോയി എന്നറിഞ്ഞു. ടിറ്റോ പറയുന്നു, ആശാൻ ആ വിഷമത്തിലിരിക്കുകയാണ്, നീ ഇനി അത് ചോദിച്ച് വഴക്ക് വാങ്ങിക്കാൻ നിൽക്കണ്ട. നീതു പറയുന്നു, ഞാൻ പരിഹസിച്ച് ചോദിച്ചതല്ല, സീരിയസ് ആയിട്ട് ചോദിച്ചതാ. പെണ്ണിന്റെ വീട്ടുകാര് തന്നെ ആലോചനയുമായി വന്നതല്ലേ, ഞാൻ വിചാരിച്ചു ആ കല്യാണം നടക്കുമെന്ന്. ഹരീഷ് പറയുന്നു, എന്റെ വീട്ടിൽ എന്തെങ്കിലും നടന്നാൽ നാട്ടുകാരെല്ലാം അറിയും. നീതു പറയുന്നു, ഞാൻ
മറ്റുള്ളവരെ പോലെ ഗോസിപ്പ് പറയാനോ സന്തോഷിക്കാനോ വേണ്ടിയല്ല ചോദിച്ചത്. സത്യമായിട്ടും ആ വീടിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ചോദിച്ചതാ. എന്നാലും അല്പം സ്വാർത്ഥതയുണ്ട്. ഇപ്പം നിധി ചേച്ചി അവിടെ ഉണ്ട്. അതേപോലെ സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് ഒരേട്ടത്തെയും കൂടി വന്നാൽ നിങ്ങളുടെ വീടിന്റെ മോശപ്പേര് പടിപടിയായി കുറയും. പിന്നെ നമ്മുടെ കല്യാണത്തിന് എന്റെ വീട്ടിൽ സമ്മതിക്കാൻ സാധ്യതയില്ലേ? അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ഒന്ന് ആലോചിച്ച് ഹരീഷ് ചോദിക്കുന്നു, സത്യമായിട്ടും എന്റെ വീട്ടിൽ വന്ന് ജീവിക്കാൻ നിനക്കൊരു പ്രശ്നമില്ലേ? നീതു പറയുന്നു, ടിറ്റോ ചന്തു എന്താ ചോദിച്ചെന്ന് കേട്ടോ? ഹരീഷിന്റെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പ്രശ്നമില്ലെന്ന്. എനിക്ക് സമാധാനമായി. ഇപ്പോഴെങ്കിലും എന്റെ മനസ്സ് ഹരീഷ് തിരിച്ചറിഞ്ഞല്ലോ. എന്താ ചോദിച്ചത്? ഹരീഷിന്റെ വീട്ടിൽ വന്ന് ജീവിക്കാൻ എനിക്കൊരു പ്രശ്നമില്ലെന്നല്ലേ? എനിക്ക് ഒരു പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ വേണമെങ്കിലും ഹരീഷ് എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വെക്കോ, ഞാൻ വരാം. ഹരീഷ് പറയുന്നു, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചത്. എന്റെ വീട്ടിൽ വന്ന് ജീവിക്കാൻ നിനക്കൊരു പ്രശ്നമില്ല എന്ന്. നീതു പറയുന്നു, ഞാനും സീരിയസ് ആയിട്ടാ പറഞ്ഞത്. എനിക്ക് ഒരു പ്രശ്നമില്ല. എന്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. അവരോട് ഒരു വാക്ക് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോ. ഹരീഷ് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ എന്റെ സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നീതുവും ചന്തുവും ടിറ്റോയും എല്ലാം. ചന്തു ചോദിക്കുന്നു, ആശാൻ എന്താ ഈ ചോദിക്കുന്നത്? അപ്പോൾ ഹരീഷ് പറയുകയാണ്, നീതുവിന് എന്റെ വീട്ടിൽ വന്ന് ജീവിക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ. എന്റെ ചേട്ടനെയും നിനക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നീ എന്റെ ചേട്ടനെ കല്യാണം കഴിക്ക്. ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചത്. എന്റെ ചേട്ടനെ കല്യാണം കഴിച്ച് എന്റെ വീട്ടിലേക്ക് വരുമോ? എന്റെ ചേട്ടൻ നല്ലവനാ. സുധീഷ് ചേട്ടനെ പറ്റിയും എന്നെ പറ്റിയും നികേഷിനെ പറ്റിയും ഒക്കെ നാട്ടുകാര് തെറ്റായി പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ സുഭാഷ് ചേട്ടനെ പറ്റി ആരും ഒരു മോശം അഭിപ്രായവും പറയില്ല. നീതു എന്റെ ചേട്ടനെ കല്യാണം കഴിക്ക്. ദേഷ്യത്തോടു കൂടി നീതു ചോദിക്കുന്നു, വിവരമില്ലേ ഹരീഷിന്? ഇതിനപ്പുറത്തേക്ക് എന്നെ അപമാനിക്കാൻ പറ്റില്ല. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന് പറ. എന്റെ കല്യാണം നടക്കുന്നില്ല. എനിക്ക് ചെറുക്കനെ കണ്ടുപിടിച്ച് കല്യാണം നടത്താൻ ഞാൻ നിന്നോട് പറഞ്ഞു. സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കണമെന്ന് എന്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞു? അത് മതി. ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന എന്നെ പറഞ്ഞാ മതി. എന്റെ വീട്ടിലുള്ള എല്ലാവരും എന്നെ ചോദ്യം ചെയ്യാറുണ്ട്. ഇതിന്റെ പേരിൽ എന്നെ അടിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. അവരെത്ര അടിച്ചാലും വഴക്ക് പറഞ്ഞാലും ഞാൻ പിന്നെയും പിന്നെയും നിന്റെ അടുത്തേക്ക് വരുന്നില്ലേ? എനിക്ക് ഇത് തന്നെ വേണം. അങ്ങനെ കണ്ണു നിറങ്ങിയ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് നീതു. ഹരീഷ് ചോദിക്കുന്നു, അവൾ എന്താ ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുന്നത്? ചന്തു ചോദിക്കുന്നു, ആശാനെ മനസാക്ഷി എന്നുണ്ടായിരുന്നെങ്കിൽ ആശാൻ ഇങ്ങനെ നീതുവിനോട് ചോദിക്കില്ലായിരുന്നു. പാവം, ആ പെണ്ണ് എന്തിനാ ആശാനെ തേടി വരുന്നതെന്ന് ഇതുവരെ മനസ്സിലായില്ലേ? അവളോട് ഇങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല. തുടർന്ന് സുഭാഷ് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന നിധിയോടും നികേഷിനോടും കഴിച്ചോന്ന് ചോദിക്കുകയാണ്. അവര് പറയുന്നു, ഇല്ല, സുഭാഷ് ഏട്ടൻ വരട്ടെ എന്ന് കരുതി. ഇത് കേട്ടുകൊണ്ട് സുധീഷും അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു, ഞാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് കഴിക്കത്തില്ലായിരുന്നോ? നിധി പറയുകയാണ്, ഞങ്ങൾക്ക് വിശന്നില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സുഭാഷ് ഏട്ടൻ പോയി കൈ കഴുകിയിട്ട് വാ, ഞാൻ എല്ലാം എടുത്തു വെക്കാം. സുധീഷ് ചോദിക്കുന്നു, ശരിക്കും സുഭാഷ് ഏട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണോ അതോ ഞാൻ വന്നിട്ട് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണോ? നിധി പറയുന്നു, ഇല്ല, സുധീഷിനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് ഞങ്ങൾ 3 പേര് മാത്രം ഇരുന്ന് കഴിക്കാമെന്ന് കരുതി. അല്ല നികേഷ്, അതേ ഏട്ടത്തി എന്ന് പറയുകയാണ് നികേഷ്. സുഭാഷ് പറയുന്നു, മതി മതി, വാ കൈ കഴുകിയിട്ട് കഴിക്കാം. അവർ കഴിക്കാനായി തുടങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് നീതു അവിടേക്ക് വരികയാണ്. നിധി പറയുന്നു, ആരും വരുന്നുണ്ടല്ലോ, ആരാടാ അത്? നികേഷ് പറയുന്നു, അതാ ഏട്ടത്തി, നമ്മുടെ ഹരീഷ് ഏട്ടന്റെ ആള്. സുഭാഷ് പറയുന്നു, എടാ അങ്ങനെയൊന്നും പറയരുത്. നീതു അകത്തേക്ക് കയറി വരുമ്പോൾ സുഭാഷ് പറയുന്നു, വാ മോളെ ഇരിക്ക്, കഴിക്കാം. സുധീഷ് ചോദിക്കുന്നു, എന്തു പറ്റി നീതു? ഹരീഷ് നീയും കൂടി വഴക്ക് കൂടിയോ? നീതു പറയുന്നു, ഇനിയും നിങ്ങളുടെ അനുജന്റെ പിന്നാലെ ഞാൻ പോയാൽ എന്നെ ചീരിപ്പെടുത്തടിച്ചോ? സുധീഷ് പറയുന്നു, ഇത് കേട്ടാ തോന്നുമല്ല ഞാൻ നിന്നോട് അവന്റെ പിന്നാലെ പോകാൻ പറഞ്ഞതെന്ന്. നീതു പറയുന്നു, സുഭാഷ് ഏട്ടൻ അറിയാലോ, ഞാൻ ഹരീഷിനോട് സംസാരിക്കരുത്, ഹരീഷിന്റെ കടയിൽ പോയി ഇരിക്കരുത്, മേലാൽ ഹരീഷിന്റെ കൂടെ കാണരുതെന്നൊക്കെ പറഞ്ഞ് എന്റെ വീട്ടിലുള്ളവരെ എന്നെ എത്ര വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന്. അവന് വേണ്ടി ഞാൻ എന്തോരം അടി കൊണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണെന്ന്. ഹരീഷിന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണല്ലോ. പിന്നെ എങ്ങനാ അവൻ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? അങ്ങനെ ചോദിക്കാൻ എങ്ങനെ കഴിഞ്ഞു അവന്? സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ അവൻ ചോദിച്ചത്? നിധി പറയുന്നു, അങ്ങനെ എന്താ ചോദിച്ചത് ഹരീഷ്? ഹരീഷ് അങ്ങനെ തെറ്റായ രീതിയിൽ സംസാരിക്കുന്ന ഒരാളല്ലല്ലോ. നീതു പറയുന്നു, അങ്ങനെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അവൻ മനസാക്ഷി ഇല്ലാത്ത ആൾക്കാർ സംസാരിക്കുന്നത് പോലെയാ സംസാരിക്കുന്നത്. സുഭാഷ് പറയുന്നു, മോളെ അവൻ എന്താ പറഞ്ഞത് അത് പറ. നീതു പറയുകയാണ്, സുഭാഷ് ഏട്ടന്റെ കല്യാണം മുടങ്ങിപ്പോയോന്ന് ഞാൻ ചോദിച്ചു. എല്ലാ ദിവസത്തെയും പോലെ അവന്റെ കടയിൽ ചെന്നിരുന്ന സ്നേഹത്തിന്റെ പേര് ചോദിച്ചതാ ഞാൻ. അതിനവൻ എന്താ ചോദിച്ചെന്നറിയുമോ? 2023 ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ കുറച്ച് ഗുണ്ടകൾ എന്നെ ശല്യം ചെയ്തപ്പോൾ ആരാണെന്നറിയാത്ത എനിക്ക് വേണ്ടി അവരോട് അടികൂടി ഹരീഷ് എന്നെ രക്ഷിച്ചു. അന്ന് മുതൽ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാ. അതുകൊണ്ടാ ഞാൻ അവന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്. പക്ഷെ ഇതുവരെ ഹരീഷ് എന്നോട് സ്നേഹത്തോടു കൂടി ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ദിവസം ഹരീഷ് എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നും ഹരീഷിന്റെ കടയിൽ പോയിരിക്കും. അങ്ങനെയുള്ള എന്റെ മുഖത്ത് നോക്കി എങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞു അവനിത്? ഇത് കേട്ട് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, മോളെ നിന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവൻ എന്താ നിന്നോട് ചോദിച്ചത്? നീതു ചോദിക്കുന്നു, അവൻ എന്താ പറഞ്ഞെന്ന് അറിയുമോ സുഭാഷ് ഏട്ടാ?
ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് സുധീഷ്. കണ്ണീര് തുടച്ച നീതു പറയുന്നു, ആദ്യം അവൻ എന്നോട് ചോദിച്ചു എന്റെ വീട്ടിൽ വന്ന് ജീവിക്കാൻ നിനക്ക് ഓക്കെ ആണോന്ന്. ഞാൻ വിചാരിച്ചു അവൻ എന്നെ കല്യാണം കഴിച്ച് എന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണെന്ന് വിചാരിച്ച് സന്തോഷമായിട്ട് ശരിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്റെ സുഭാഷ് ഏട്ടനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ പൊട്ടിക്കരയുകയാണ് നീതു. സുധീഷും നികേഷും കുനിങ്ങിരുന്ന് ചിരിക്കുകയാണ്. നിധി ചോദിക്കുന്നു, അങ്ങനെ ചോദിച്ചോ? നീതു പറയുന്നു, അതെ, സുഭാഷ് ഏട്ടനെ കല്യാണം കഴിച്ച് എന്റെ വീട്ടിൽ ജീവിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നു. സുധീഷും നികേഷും പൊട്ടിച്ചിരിക്കുകയാണ്. സുഭാഷും നിധിയും നീതുവും തിരിഞ്ഞ് അവരെ നോക്കുന്നു. സുഭാഷ് പറയുന്നു, അവൻ അങ്ങനെയൊന്നും ചോദിച്ചു കാണില്ല, മോള് കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. നീതു പറയുന്നു, ഇല്ല സുഭാഷ് ഏട്ടാ, അവൻ അങ്ങനെ തന്നെയാ ചോദിച്ചത്. നിനക്ക് എന്റെ കുടുംബത്തെ പറ്റി എല്ലാം അറിയാലോ, നിനക്ക് എന്റെ വീട്ടിൽ ജീവിക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ലാന്നും പറയുന്നു. എങ്കിൽ പിന്നെ എന്റെ സുഭാഷ് ഏട്ടനെ കല്യാണം കഴിച്ച് എന്റെ വീട്ടിലേക്ക് വരാനാ അവൻ എന്നോട് പറഞ്ഞത്. ഇത് കേട്ട് സുധീഷും നികേഷും വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ്. നീതു പറയുന്നു, സുഭാഷ് ഏട്ടൻ നല്ല ആളാ, എനിക്ക് സുഭാഷ് ഏട്ടനെ ഒത്തിരി ഇഷ്ടമാ, പക്ഷെ എനിക്ക് സുഭാഷ് ഏട്ടനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. സുധീഷ് ചോദിക്കുന്നു, നീ നുണ പറയുകയൊന്നും അല്ലല്ലോ? നീതു പറയുകയാണ്, അതെ, ഈ കാര്യത്തിലല്ലേ ഞാൻ നുണ പറയാൻ പോകുന്നത്. കുറച്ചു കഴിയുമ്പോൾ ഹരീഷ് ഇങ്ങോട്ട് വരില്ലേ, അപ്പോ ഹരീഷിനോട് തന്നെ ചോദിക്ക്. ഞാൻ അവന്റെ പിന്നാലെ നടന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൻ തിരിച്ചെന്നോട് ഇഷ്ടമാണെന്ന് പറയണ്ട, പക്ഷെ എന്റെ സ്നേഹത്തിന് ഒരു വിലയും കൊടുക്കാതെ എന്റെ സുഭാഷ് ഏട്ടനെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുന്നു. ഇതേപോലെ ഹരീഷ് എന്റെ പിന്നാലെ നടക്കുമ്പോൾ എന്റെ ചേച്ചിയെ പോയി കല്യാണം കഴിക്കാൻ ഹരീഷിനോട് ഞാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? മതിയായി സുഭാഷ് ഏട്ടാ, മതിയായി. ഇനി ഞാൻ ഹരീഷിന്റെ പിന്നാലെ പോയാലും അവനോട് സംസാരിച്ചാലും അവന്റെ കടയിലേക്ക് പോയാലും നിങ്ങൾക്ക് എന്നെ എന്തു വേണമെങ്കിലും പറയാം. ഞാൻ ഇതോടുകൂടി എല്ലാം അവസാനിപ്പിച്ചു. ഇതിനപ്പുറത്തേക്ക് അവൻ എന്നെ അപമാനിക്കാൻ കഴിയില്ല. ഇനി ഞാൻ അവന്റെ മുഖത്ത് പോലും നോക്കില്ല എന്ന് പറഞ്ഞേര്. അങ്ങനെ നീതു അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയുന്നു, മോളെ ഒരു മിനിറ്റ് നിൽക്ക്. ഇത് കേട്ട് നീതു തിരിഞ്ഞു നോക്കുമ്പോൾ സുഭാഷ് പറയുന്നു, വാ ഇരിക്ക്, കഴിച്ചിട്ട് പോകാം. നീതു പറയുന്നു, വേണ്ട സുഭാഷ് ഏട്ടാ, എന്റെ മനസ്സിന് ഇത് താങ്ങാൻ കഴിയുന്നില്ല. നിങ്ങൾ കഴിക്ക്, ഇല്ലെങ്കിൽ അവൻ വരും. അവന് നന്നായിട്ട് കഴിക്കാൻ കൊടുക്ക്. നന്നായിട്ട് കഴിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ച് എന്റെ മനസ്സിനെ വേദനിപ്പിക്കട്ടെ. ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയ നീതു തിരിച്ചു വന്ന് അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ഇത് കണ്ട് ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ് സുധീഷും നികേഷും. കണ്ണു നിറഞ്ഞ് സുഭാഷിനെയും നിധിയെ ഒന്ന് നോക്കിയിട്ട് നീതു അവിടെ നിന്ന് പോകുന്നു. സുധീഷും നികേഷും പൊട്ടിച്ചിരിക്കുമ്പോൾ നിധി പുഞ്ചിരിച്ച് അവരെ നോക്കുകയാണ്. സുഭാഷ് വിഷമത്തോടുകൂടി ഇരിക്കുന്നു. നിധി പറയുന്നു, എന്നാലും ഹരീഷ് നീതുവിനോട് ചോദിച്ചത് കുറച്ച് ഓവറായി പോയി. സുഭാഷ് പറയുന്നു, പാവം, അവളൊരു കൊച്ചു പെണ്ണല്ലേ, അവളോട് ഇങ്ങനെയാണോ ചോദിക്കുന്നത്? ഇവൻ ഇത്രയ്ക്ക് വിവരമില്ലാതായി പോയല്ലോ. തുടർന്ന് ഹരീഷ് വീട്ടിലേക്ക് വരുമ്പോൾ സുധീഷും നികേഷും പൊട്ടിച്ചിരിക്കുകയാണ്. നിധിയും ചിരിച്ചുകൊണ്ട് ഹരീഷിനെ നോക്കുന്നുണ്ട്. എന്തിനാണ് ചിരിക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, സൂപ്പറാടാ നീ വേറെ ലെവലാ. നികേഷ് പറയുന്നു, ഹരീഷ് ഏട്ടാ, നീതു വന്നിട്ട് പോയി. നീതു ഹരീഷ് ഏട്ടനോട് ഒരു പ്രപ്പോസലുമായി വന്നപ്പോൾ ഹരീഷ് ഏട്ടൻ വേറൊരു പ്രപ്പോസലുമായി ചെല്ലുന്നു. സൂപ്പർ. ഹരീഷ് ചോദിക്കുന്നു, നീതു ഇവിടെ വന്നോ? സുഭാഷ് ചോദിക്കുന്നു, എടാ നിനക്ക് വിവരമില്ലേ? ആ പെണ്ണിനോട് നീ എന്താ ചോദിച്ചത്? സുധീഷ് പറയുകയാണ്, എടാ നിന്റെ ഭാര്യ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആ പെണ്ണിനോട് നിന്റെ ചേട്ടത്തിയാകാൻ പറഞ്ഞില്ലേടാ നീ? സുഭാഷ് ചോദിക്കുന്നു, എടാ ആ നീതുവിന്റെ വയസ്സെത്ര, എന്റെ വയസ്സെത്ര, അതിനോട് നീ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടായിരുന്നോ? വിവരം കെട്ടവൻ. ഇത് കേട്ട് സുധീഷും നികേഷും പൊട്ടിച്ചിരിക്കുമ്പോൾ നിധി പറയുന്നു, വീട് സുഭാഷ് ഏട്ടാ, പിന്നെ സംസാരിക്കാം ഈ കാര്യം. നമുക്ക് ഹരീഷിനോട് ഇരുന്ന് കഴിക്കാൻ പറ. എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുന്നു, ഞങ്ങളാരും കഴിച്ചില്ലടാ. അങ്ങനെ സുധീഷ് ചിരിക്കുമ്പോൾ ചിരിക്കരുതെന്ന് പറയുകയാണ് ഹരീഷ്. സുധീഷ് ചോദിക്കുന്നു, നീ ചെയ്ത കാര്യത്തിന് ചിരിക്കാതെ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? സുഭാഷ് പറയുന്നു, നീതു കരഞ്ഞോണ്ടാ ഇവിടോട്ട് വന്നത്, അതിനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിധി പറയുന്നു, അത് വിട് സുഭാഷ് ഏട്ടാ, ഇരിക്ക് ഹരീഷ്, കഴിക്ക്. സുധീഷും നികേഷും പൊട്ടിച്ചിരിക്കുകയാണ്. നിധി പറയുന്നു, മതി. അവര് നിധി പറയുന്നത് ശ്രദ്ധിക്കാതെ ചിരിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ചിരിക്കരുതെന്നല്ലേ പറഞ്ഞത്? ഇത് കേട്ട് പെട്ടെന്ന് ചിരി നിർത്തിയിട്ട് വീണ്ടും അവർ പൊട്ടിച്ചിരിക്കുകയാണ്. പോടാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് ഹരീഷ്. നിധി പറയുന്നു, ഇത്രയൊക്കെ ഞാൻ ചിരിക്കാൻ എന്താ ഉള്ളത്? ഞാൻ പോയി ഹരീഷിനെ കൂട്ടിക്കൊണ്ടുവരാം. ഹരീഷ് ഇവിടെ വരുമ്പോൾ ഒറ്റ ഒരാൾ ഇവിടെ ചിരിച്ചേക്കരുത്. സുധീഷ് പറയുന്നു, നിധി പോയിട്ട് വാ, അതിനുള്ളിൽ ചിരിച്ചു തീർക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്യാം. നിധി ദേഷ്യത്തോടു കൂടി നികേഷ് എന്ന് വിളിക്കുമ്പോൾ വാ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് നികേഷ്. തുടർന്ന് ഹരീഷിന്റെ അരികിലേക്ക് വന്ന് നിധി പറയുന്നു, വാ നമുക്ക് കഴിക്കാം. അത് വിട്ടേര്. നിധി പറയുന്നു, നീതു ഒരുപാട് വിഷമിച്ചാ സംസാരിച്ചത്. ഹരീഷ് ചോദിക്കുന്നു, ഞാൻ ചോദിച്ചത് വലിയ തെറ്റായി പോയോ? സുഭാഷ് ഏട്ടന്റെ കല്യാണം നടന്നില്ലേ, മുടങ്ങിപ്പോയോ എന്നൊക്കെ നാട്ടുകാർ ചോദിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ നീതുവിനോട് അങ്ങനെ ചോദിച്ചത്. നിധി പറയുന്നു, ഹരീഷ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ ഭാഗത്ത് നിന്നാണ് ഹരീഷ് ചിന്തിച്ചത്. ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഹരീഷ് ചിന്തിച്ചു നോക്ക്. നീതുവിന് ഹരീഷിനെ അല്ലേ ഇഷ്ടം? നീതുവിന് ഹരീഷിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഹരീഷിന് നന്നായി അറിയാം. 2-3 വർഷമായി ഹരീഷിന്റെ പിന്നാലെ നടക്കുകയാണ് നീതു. ഹരീഷ് ശ്രദ്ധിക്കാഞ്ഞിട്ട് പോലും പിന്നെയും വരികയാണ്. ആ കുട്ടിക്ക് അത്രയ്ക്ക് ഹരീഷിനെ ഇഷ്ടമായതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും ഹരീഷിന്റെ അരികിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള അവളോട് എന്റെ ചേട്ടനെ കല്യാണം കഴിക്കാമോന്ന് ചോദിക്കാമോ? ഹരീഷ് അങ്ങനെ ചോദിച്ചത് നീതുവിന് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് കരഞ്ഞുകൊണ്ട് സംസാരിച്ചത് അവൾ. ഹരീഷ് പറയുന്നു, ഏട്ടത്തി
ഞാൻ ഇത്രയൊന്നും ആലോചിച്ചില്ല. പെട്ടെന്ന് അങ്ങനെ ചോദിക്കണമെന്ന് തോന്നി ചോദിച്ചു. നിധി പറയുന്നു, ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഹരീഷിന് നീതുവിനെ ഇഷ്ടമാണോ? നീതുവിന് ഹരീഷിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവള് സംസാരിക്കുന്നത് കേട്ടാലേ അറിയാം. ഹരീഷിന് നീതുവിനെ ഇഷ്ടമാണോ എന്ന് അറിയില്ലെന്ന് ഹരീഷ് പറയുമ്പോൾ പുഞ്ചിരിച്ച് നിധി പറയുന്നു, ശരി, അത് വിട്ടേര്. അവളോട് ചെയ്തത് തെറ്റായി പോയി എന്നിപ്പോ മനസ്സിലായില്ലേ? അടുത്ത പ്രാവശ്യം അവളെ കാണുമ്പോൾ ഒരു സോറി പറയണേ. ഇപ്പൊ വന്ന് കഴിക്ക്. സുധീഷിന്റെയും നികേഷിന്റെയും സുഭാഷിന്റെ അരികിലേക്ക് വന്ന് നിധി പറയുന്നു, ഇപ്പൊ ഹരീഷ് വരും. അവൻ ഇവിടെ കഴിക്കാനിരിക്കുമ്പോൾ ഒരാളും അവനെ നോക്കി ചിരിക്കാൻ പാടില്ല, മനസ്സിലായോ? ശരി മേഡം എന്ന് പറഞ്ഞ് സുധീഷ് പുഞ്ചിരിച്ച് നികേഷിനെ നോക്കുകയാണ്. തുടർന്ന് ചമ്മലോടുകൂടി അവരുടെ അരികിലേക്ക് വന്നിരുന്ന ഭക്ഷണം കഴിക്കുകയാണ് ഹരീഷ്. പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം നീതുവിന്റെ വീടിന്റെ അരികിലേക്ക് വന്ന ഹരീഷ് നീതുവിനെ കാണാനായി അവിടെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഈ സമയം മാവഴി വരുന്ന സുധീഷ് ഇത് കണ്ട് ഹരീഷിനെ ശ്രദ്ധിക്കുന്നു. ഹരീഷ് മറങ്ങി നിന്ന് നോക്കുമ്പോൾ പിന്നിലേക്ക് വന്ന് തട്ടി വിളിക്കുകയാണ് സുധീഷ്. ഹരീഷ് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, അവിടെ എന്താ അന്വേഷിക്കുന്നത്? ഹരീഷ് പറയുന്നു, പേടിച്ചു പോയല്ലോ. സുധീഷ് ചോദിക്കുന്നു, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഹരീഷ് പറയുകയാണ്, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. സുധീഷ് ചോദിക്കുന്നു, നീ ഇപ്പോഴാണോ വന്നത്? നീ കുറെ നേരം ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ആരെയാടാ ഇങ്ങനെ എത്തി കുത്തി നോക്കുന്നത്? ഹരീഷ് പറയുന്നു, പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ടിനെയാ നോക്കുന്നതെന്ന്. സുധീഷ് ചോദിക്കുന്നു, ഏത് ഫ്രണ്ട്? അപ്പോൾ ഹരീഷ് പറയുകയാണ്, എന്റെ ഫ്രണ്ട്സിനെ എല്ലാം നിനക്കറിയാമോ? സുധീഷ് പറയുന്നു, നിന്റെ ഫ്രണ്ട്സ് ആരും ഇവിടെ താമസിക്കുന്നില്ലല്ലോ. ഓ, നീതുവിനെ കാണാൻ വന്നതാണല്ലേ? അത് അവളുടെ വീടല്ലേ? അവളെ കാണാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെ നിൽക്കുന്നത്? ഹരീഷ് പറയുന്നു, ഞാൻ അവളെ കാണാനൊന്നും വന്നതല്ല. അപ്പൊ സുധീഷ് പറയുകയാണ്, നീ നുണ പറയണ്ട, നീ അവളെ കാണാൻ തന്നെ വന്നത്. ഹരീഷ് പറയുന്നു, ഞാൻ എന്തിനാ അവളെ കാണുന്നത്? സുധീഷ് ചോദിക്കുന്നു, എന്താ വീണ്ടും സുഭാഷ് ഏട്ടന് നീതുവിനെ കല്യാണം ആലോചിക്കാൻ വന്നതാണോ? ഗ്രേറ്റ് എടാ ഗ്രേറ്റ്. തന്നെ പ്രേമിക്കുന്ന പെണ്ണിനെ തന്റെ ചേട്ടന് വേണ്ടി കല്യാണം ആലോചിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആള് നീയാടാ. ഹരീഷ് പറയുന്നു, പോടാ, നീ നിന്റെ ജോലി നോക്കിപ്പോ. വീട്ടിൽ വന്നാലും സമാധാനം തരില്ല, ഫ്രണ്ടിനെ കാണാൻ പോയാൽ അവിടെയും സമാധാനം തരില്ല, പിന്നാലെ വന്നിരിക്കുക, പോ ഇവിടുന്ന്. സുധീഷ് പറയുന്നു, പോവാടാ പോവാ. ആ നടക്കട്ടെ നടക്കട്ടെ. അങ്ങനെ സുധീഷ് ഹരീഷിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഹരീഷ് മറങ്ങി നിന്ന് നീതു വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ സുധീഷും മറങ്ങി നിന്ന് ഹരീഷിനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ആ വഴി വരുന്ന നീതു ഹരീഷിനെ കണ്ട് ദേഷ്യത്തോടു കൂടി ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് നടന്നു പോവുകയാണ്. നീതു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഹരീഷ് അരികിലേക്ക് വരുമ്പോൾ നീതു ചോദിക്കുന്നു, എന്താ വീണ്ടും എന്റെ ചേട്ടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വന്നതാണോ? ഹരീഷ് പറയുന്നു, നീതു ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ നീതു പറയുകയാണ്, നിന്നെ പോലെ ഒരുത്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. നിന്റെ പിന്നാലെ നടന്നു തോർക്കുമ്പോൾ എനിക്ക് തന്നെ അപമാനം തോന്നുക. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ ആരെ ചൂണ്ടിക്കാണിച്ചാലും ഞാൻ കല്യാണം കഴിക്കുമെന്ന് നീ വിചാരിച്ചോ? അല്ലെങ്കിൽ എന്റെ കല്യാണം നടത്തി തരണമെന്ന് പറഞ്ഞ് നിന്റെ കടയിൽ വന്നിരിക്കുകയായിരുന്നോ ഞാൻ? ഹരീഷ് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല നീതു. നീതു ദേഷ്യത്തോടു കൂടി കയ്യിലിരിക്കുന്ന വേസ്റ്റ് പേപ്പർ എല്ലാം ഹരീഷിന്റെ തലയിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അരികിലേക്ക് വന്ന് സുധീഷ് ചോദിക്കുന്നു, അതാരാടാ? അതാണോ നിന്റെ ഫ്രണ്ട്? നിന്റെ ഫ്രണ്ട് ചുരിദാറൊക്കെ ഇട്ടോണ്ടാണോ നടക്കുന്നത്? നീ ഇതുവരെ പോയില്ലേന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ പോയിരുന്നെങ്കിൽ ഈ കണ്ണിന്റെ കുളിർമയുള്ള കാഴ്ച കാണാൻ പറ്റുമായിരുന്നോ? ഇത്രയ്ക്ക് അവള് ദേഷ്യപ്പെട്ടു പോകാൻ നീ എന്താ ചോദിച്ചത്? ഹരീഷ് പറയുന്നു, നീ നിന്റെ കാര്യം നോക്കിപ്പോ, നീ അത് പറയപ്പെടാന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. തുടർന്ന് ഹരീഷ് വീട്ടിലേക്ക് വരുമ്പോൾ സുധീഷ് പറയുന്നു, നീ ഇത്ര പെട്ടെന്ന് വന്നോ? ഞാൻ ഓർത്തു ഇന്ന് നിനക്ക് നൈറ്റ് ഡ്യൂട്ടി അവിടെന്ന് മാറി നിൽക്കടാന്ന് പറഞ്ഞ് ഹരീഷ് അകത്തേക്ക് പോവുകയാണ്. സുധീഷ് ചിരിച്ചുകൊണ്ട് പിന്നാലെ വരുന്നു. സുഭാഷ് ചോദിക്കുന്നു, ഹരീഷ് നീ എന്താ ഇത്രയും താമസിച്ചത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, വർക്ക്ഷോപ്പിൽ കുറച്ചധികം പണി ഉണ്ടായിരുന്നു സുഭാഷ് ഏട്ടാ. ചിരിച്ചുകൊണ്ട് സുധീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, എടാ സുധീഷ് നിങ്ങൾ ഒരുമിച്ചാണോ വന്നത്? സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ വരുന്ന വഴിയിൽ കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ച കണ്ടു, അത് സുഭാഷ് ഏട്ടനോട് പറയണോ വേണ്ടയോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. പറയരുതെന്ന് ഹരീഷ് കണ്ടുകൊണ്ട് കാണിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താടാ പറ. അപ്പൊ സുധീഷ് പറയണ, അത് ഒന്നുമില്ല സുഭാഷ് ഏട്ടാ. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഇവൻ ഇങ്ങനെ ഓരോന്ന് പറയും. നികേഷ് എന്തിയെ? സുഭാഷ് പറയുന്നു, നികേഷും നിധിയും കൂടി പുറത്തുപോയി. എവിടെ പോയി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അറിയില്ല. സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ എന്റെ ഭാര്യ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് പറയുന്നു. സുഭാഷ് പറയുന്നു, എടാ ഞാൻ വരുമ്പോൾ അവര് വീട്ടിലില്ലായിരുന്നു, പുറത്തു പോയതായിരിക്കും, ഉടനെ വരും. സുധീഷ് പറയുന്നു, എനിക്കൊരു കാര്യം ഇതുവരെ മനസ്സിലാകുന്നില്ല. സുഭാഷ് ഏട്ടനെ അവക്ക് ഒരുപാട് ഇഷ്ടമാ, നികേഷിനെ ഇഷ്ടമാ, ദേ ഈ ഹരീഷിനെ വരെ ഇഷ്ടമാ, പക്ഷെ എന്നെ മാത്രം അധികം അടുപ്പിക്കുന്നില്ല. അതെന്താ? ഹരീഷ് പറയുന്നു, കൂടെപ്പിറപ്പായ ഞങ്ങൾക്ക് പോലും നിന്നെ കൂടുതൽ അടുപ്പിക്കാൻ തോന്നുന്നില്ല, പിന്നെ എങ്ങനെ ഏട്ടത്തിക്ക്? സുധീഷ് പറയുന്നു, എടാ നിനക്ക് വാ തുറക്കാനുള്ള അവകാശമില്ല. ഞാൻ പറയട്ടെ സുഭാഷ് ഏട്ടനോട്? പറയട്ടെ. ഇത് കേട്ട് ഹരീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, എന്താടാ ഇത്? പറയട്ടെ പറയട്ടെ എന്ന് ചോദിച്ച് അവനെ വിരട്ടുകയാണല്ലോ നീ, എന്താ കാര്യം? ഈ സമയം നിധിയും നികേഷും അകത്തേക്ക് കയറി വരികയാണ്. സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ ഷോപ്പിങ്ങിന് പോയതാണോ? അതേന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, എടാ നികേഷ എവിടെയെങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ അത് പറഞ്ഞിട്ട് വെക്കൂടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് പോ. നിധി പറയുന്നു, ഞങ്ങൾ അധികം ദൂരമൊന്നും പോയില്ല, ഇവിടെ അടുത്തുള്ള കട വരെ പോയതാ. സുധീഷ് പറയുന്നു, ഞങ്ങൾ കാണാതെ ഭയന്നു പോയി, അന്വേഷിച്ചിറങ്ങാൻ തുടങ്ങുകയായിരുന്നു. നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടനെ കണ്ടിട്ട് അന്വേഷിക്കാൻ ഇറങ്ങിയതുപോലെ തോന്നുന്നില്ലല്ലോ, ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ
തന്നെ പറയുമായിരുന്നല്ലോ എവിടെയുണ്ടെന്ന്. ഇത് വാങ്ങാൻ വേണ്ടി പോയതാണെന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ഇതെന്താടാ? നിധി പറയുകയാണ്, ഇത് ഇൻഡക്ഷൻ സ്റ്റൗവാ. ഗ്യാസ് തീർന്നാൽ നമുക്ക് ഇത് ഉപയോഗിച്ച് പാചകം ചെയ്യാൻ പറ്റും. ഇതിലെങ്ങനെ പാചകം ചെയ്യുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സത്യമായിട്ടും ഹരീഷിന് ഇതിലെങ്ങനെ പാചകം ചെയ്യുന്നതെന്ന് അറിയത്തില്ലേ? സുധീഷ് പറയുകയാണ്, എടാ ഇതിൽ കറണ്ട് ഉപയോഗിച്ച് പാചകം ചെയ്യാൻ പറ്റും. ഫോറിനിലൊക്കെ കറണ്ട് അടുപ്പാണുള്ളത്, ഗ്യാസ് അടുപ്പൊന്നുമില്ല. ഇവൻ അതൊന്നും അറിയത്തില്ല, പാവം. നിധി പറയുന്നു, സുധീഷിന് ഇതൊക്കെ അറിയാലോ, സുധീഷിന് ഒരെണ്ണം വാങ്ങിച്ചു വെച്ചുകൂടായിരുന്നോ? ഗ്യാസ് തീർന്നാൽ സുഭാഷ് ഏട്ടൻ പുറത്ത് വിറകടുപ്പിൽ എന്ത് കഷ്ടപ്പെട്ടാണ് പാചകം ചെയ്യുന്നത്, ഒരെണ്ണം വാങ്ങി കൊടുക്കാമായിരുന്നു. സുധീഷ് പറയുകയാണ്, ഞാൻ ഒരെണ്ണം വാങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പം നിധി വാങ്ങിച്ചോണ്ട് വന്നല്ലോ. നിധി പറയുന്നു, മതി മതി, സുധീഷ് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എപ്പോഴും ഒരു കള്ളം പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ലേ. സുഭാഷ് ചോദിക്കുന്നു, മോളെ ഇതിലെങ്ങനാ പാചകം ചെയ്യുന്നത്? നിധി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് നിധി പറയുന്നു, ഇതില് എല്ലാത്തരം പാത്രങ്ങളും വെക്കാൻ പറ്റില്ല, സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റും. സുഭാഷ് പറയുകയാണ്, സ്റ്റീൽ പാത്രം ഒന്നും അധികം നമ്മുടെ കയ്യിലില്ലല്ലോ. നിധി പറയുന്നു, അയ്യോ പാചകം ചെയ്യാൻ പറ്റുന്ന സ്റ്റീൽ പാത്രം ഒന്നുമില്ലേ? ഉണ്ടാകുമെന്ന് കരുതി ഞാൻ പാത്രം വാങ്ങിയില്ല. സുധീഷ് പറയുന്നു, ഇവിടെ ചടങ്ങിയ കുറെ അലൂമിനിയം പാത്രങ്ങളേ ഉള്ളൂ. നിധി പറയുകയാണ്, ശരി, നാളെ നമുക്ക് പോയി ഒരു സ്റ്റീൽ പാത്രം വാങ്ങാം. സുഭാഷ് പറയുന്നു, വേണ്ട മോളെ, നാളെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിച്ചോണ്ട് വരാം. കറണ്ട് അടുപ്പിൽ വെക്കാൻ പറ്റുന്ന പാത്രം വേണോന്ന് ചോദിച്ചാ പോരെ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ശരിയെന്ന് നിധി പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് സുഭാഷ് പറയുന്നു, കുറച്ച് പാത്രങ്ങള് ഉപയോഗിക്കാത്തത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതില് സ്റ്റീൽ പാത്രങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു, അതിലൊന്ന് നോക്കട്ടെ. നിധി പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ, ആദ്യം അതിലുണ്ടോന്ന് നോക്കാം. നല്ല പാത്രമാണെങ്കിൽ അതില് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ചോറ് വെക്കാൻ മാത്രം നമുക്ക് വേറെ പാത്രം വാങ്ങാം. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോണിൽ നോക്കിക്കൊണ്ട് ഹരീഷ് പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ചു തുടങ്ങിയ അത് ആരാണെന്ന് ചോദിക്കുകയാണ് സുധീഷ്. അവര് രഹസ്യമായി സംസാരിക്കുന്നത് കണ്ട് സംശയത്തോടുകൂടി നികേഷ് ചോദിക്കുന്നു, എന്താ സുധീഷ് ഏട്ടാ? അപ്പൊ സുധീഷ് പറയുകയാണ്, നീതുവിന്റെ വീടിന്റെ ഭാഗത്തേക്ക് ഹരീഷ് പോയതും നീതുവും ഹരീഷും കൂടി സംസാരിച്ചതുമെല്ലാം. നിധി പറയുന്നു, ഹരീഷ് നീതുവിനോട് സോറി പറയാൻ പോയതായിരിക്കും. ഹരീഷ് ചമ്മലോടുകൂടി അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും പുഞ്ചിരിച്ച് ഹരീഷിനെ നോക്കുകയാണ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.